പ്രേക്ഷക ഹൃദയങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് വൈകിട്ടത്തെ പ്രൊമോ ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയിൽ നമുക്ക് പ്രധാനമായും കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ആര്യനെ ലാലേട്ടൻ ഭിത്തിയിൽ തേച്ചൊട്ടിക്കുന്ന രംഗങ്ങളാണ്. ആദ്യം തന്നെ പ്രൊമോ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ലാലേട്ടൻ ആര്യനോട് ചോദിക്കുകയാണ്, ആര്യൻ ശൈത്യയുടെ കാര്യത്തിലും എന്തോ ഒരു വഴക്കുണ്ടായില്ലേ എന്ന്. അപ്പോൾ ശൈത്യ പറയുന്ന ഫുൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അഭിലാഷ് പറയുകയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ നോക്കുമ്പോൾ അവർ 3-4 പേര്. ശേഷം ഒനിയൽ സാബു പറയുകയാണ്, അവരുടെ സ്റ്റോറിയോടുള്ളൊരു പുച്ഛം പോലെയാണ് ലാലേട്ട എനിക്ക് തോന്നിയത് എന്നുള്ളത്. ഇതെല്ലാം കേട്ടതിന് ശേഷം ലാലേട്ടൻ പറയുകയാണ്, അതായത് അവർ ചിരിക്കുന്നു, പിന്നെ എവിടെയോ പോയി കിടക്കുന്നു അല്ലേ എന്നുള്ളത്. തീർച്ചയായും ഈ ഒരു വിഷയം ലാലേട്ടൻ ഇന്നലെ തന്നെ ചോദിക്കണം എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചത്. കാരണം വീക്കെൻഡ് എപ്പിസോഡിലാണ് പ്രധാനമായും ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും എന്നുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ഉറപ്പായിരുന്നു. കാരണം അത്രയും അവിടെ ഉദ്ദേശിക്കുന്നത് ആര്യനോടുള്ള അലിഗേഷനാണ് ആര്യൻ ചെയ്ത് വെച്ചിട്ടും അതോട് തന്നെ ചോദിക്കും എന്ന കാര്യം തീർച്ചയായിട്ടും. പക്ഷെ അതെങ്ങനെ ലാലേട്ടൻ പ്രസന്റ് ചെയ്യും? ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ആര്യന് പണിഷ്മെന്റ് കിട്ടുമോ, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അത് കുറച്ച് മയത്തിൽ അല്ലെങ്കിൽ ഇളവോടുകൂടി ഈ ഒരു കാര്യം ചോദിക്കുമോ എന്നുള്ളതെല്ലാം ഒരുപാട് പ്രേക്ഷകർ നോക്കി കാണുകയായിരുന്നു. എന്തായാലും ഈ ഒരു പ്രൊമോ കാണുമ്പോൾ ലാലേട്ടൻ ആര്യന് റോസ്റ്റ് ചെയ്യുന്ന രീതി തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ അപ്പാനി പറയുകയാണ്, കിടന്ന് ചിരിക്കുകയായിരുന്നു ലാലേട്ട എന്നുള്ളത്. കിടന്ന് ചിരിച്ചു. അപ്പോൾ അപ്പാനിയുടെ ഈ ഒരു ഡബിൾ സ്റ്റാൻഡാണോ ട്രിപ്പിൾ സ്റ്റാൻഡാണോ, അപ്പാനിക്ക് ഒരുപാട് സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പല സാഹചര്യത്തിലും മനസ്സിലാക്കിയതാണ്. എങ്കിൽ പോലും ഈ ആര്യൻ്റെ വിഷയം വന്നപ്പോൾ അപ്പാനിയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകർ നോക്കി കണ്ടതാണ്. എന്തായാലും ഇത് വീഡിയോ സഹിതം തെളിവ് സഹിതം വീട്ടുകാർക്ക് കൂടി ലാലേട്ടൻ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പാനിയുടെ സ്റ്റാൻഡ് വ്യക്തമായി അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം ലാലേട്ടൻ ആര്യന് പറയാനുള്ളത് കൂടി കേൾക്കുകയാണ്. അപ്പോൾ ആര്യൻ പറയുകയാണ്, ബാക്ക് പെയിനും കൂടി ഉണ്ടായിരുന്നു ലാലേട്ട, അപ്പോൾ ഞാനത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി പോയ സമയത്ത് ഞാൻ ചിരിച്ചു പോയതാണ് എന്നാണ് ആര്യൻ്റെ ഭാഗത്തു നിന്നും ആര്യൻ പറയുന്ന പ്രതികരണം. ആര്യൻ ഇത് പറയുമ്പോൾ എത്ര പേര് ആര്യൻ്റെ ഫേസ് ശ്രദ്ധിച്ചു എന്നുള്ളത് അറിയില്ല. പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണോ എന്നെനിക്കറിയില്ല. പക്ഷെ ആര്യൻ എന്തോ ഒരു പുണ്യപ്രവൃത്തി ചെയ്തിട്ട്, താൻ എന്തോ ഒരു നന്മയുള്ള കാര്യം ചെയ്തിട്ട് അക്കാര്യം ലാലേട്ടനോട് പറയുന്ന മട്ടിലാണ് ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ബാക്ക് പെയിനും കൂടി ഉണ്ടായിരുന്നു ആര്യന്. അങ്ങനെ ആ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ അത് കോമൺ സെൻസുള്ള ഒരാൾക്ക് പോലും ഡൈജസ്റ്റബിളായ ഒരു കാര്യമല്ല. ഈ മിക്സഡ് ഇമോഷനും അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആയി പോകുന്ന സമയത്തൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അവരുടെ ശൈത്യയുടെ ലൈഫിലും ആ ഒരു സ്റ്റോറിയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു സ്റ്റോറിയിലുടനീളം ശൈത്യ കരയുകയായിരുന്നു. ആ കരച്ചിൽ കേട്ടിട്ട് നാഴിക്ക് 40 വട്ടം ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലാലേട്ടൻ സ്പോട്ടിൽ തന്നെ ആര്യനോട് പറയണേ, അപ്പോൾ ചെരിപ്പെറിഞ്ഞത് തീർച്ചയായും അത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ പറയണത്, നിങ്ങൾക്ക് ദേഷ്യം കാണിക്കാനുള്ള സ്ഥലം അല്ല ഇത്. എന്ത് പണിഷ്മെൻറ്റാണ് ക്യാപ്റ്റന് കൊടുക്കേണ്ടത് എന്നുള്ളത്, എന്ത് പണിഷ്മെൻ്റ് ആയിരിക്കും ആര്യന് കിട്ടാൻ പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അത്രയും അത്രയും മോശമായൊരു കാര്യമാണ് ആര്യൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്കതായ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അത്രയും വലിയൊരു പണിഷ്മെൻറ്റ് തന്നെ ആര്യന് കിട്ടേണ്ടിയിരിക്കുന്നു.